വീട്ടിൽ സൂക്ഷിച്ച കഞ്ചാവും നട്ടുവളർത്തിയ കഞ്ചാവ് ചെടികളുമായി വിരമിച്ച നാവികസേന ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ആലപ്പുഴ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 9-ാം വാർഡിൽ വടക്കൻ പറമ്പ് വീട്ടിൽ വില്യമിന്റെ മകൻ 37-കാരനായ ബിനു വി വില്യമാണ് പിടിയിലായത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ എ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ പൂങ്കാവ് ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്നും 1.200 കിലോഗ്രാം കഞ്ചാവും വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയ 10 കഞ്ചാവ് ചെടികളും എക്സൈസ് സംഘം കണ്ടെത്തി. പ്രതിക്കെതിരെ മയക്കുമരുന്ന് നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. യുവതികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ ജിം ട്രെയിനർ അറസ്റ്റിൽ. കണിമംഗലം F2 ജിം നടത്തിപ്പുകാരൻ അജ്മലാണ് അറസ്റ്റിലായത്. ജിമ്മിലെത്തിയ യുവതികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയെ തുടർന്നാണ് നടപടി. ഇയാൾ നേരത്തെയും 2 പീഡന കേസുകളിൽ പ്രതിയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഉത്സവത്തിനിടെ സംഘർഷം, 18 വയസ്സുകാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചു. കൊല്ലം മരുത്തടി ക്ഷേത്രോത്സവത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത്. സംഘർഷത്തിൽ 18 വയസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റു. കുന്നത്തൂർ സ്വദേശി ഹരികൃഷ്ണനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ചയാണ് സംഭവം നടന്നത്. ആക്രമണത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ക്ഷേത്രോത്സവത്തിനിടെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഹരികൃഷ്ണനെയും സഹോദരനെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഹരികൃഷ്ണനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നതും തലയ്ക്കടിയേറ്റ് ബോധരഹിതനായി വീഴുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഹരികൃഷ്ണൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഹരികൃഷ്ണന്റെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ ശക്തികുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. 4 പേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. പൊങ്കാലയിടാനെന്ന് വ്യാജേനെത്തി മാല പൊട്ടിക്കാൻ ശ്രമം, 4 സ്ത്രീകൾ പിടിയിലായി. ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയവരുടെ ആഭരണങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ച 4 സ്ത്രീകൾ അറസ്റ്റിലായി. തമിഴ്നാട് സ്വദേശികളായ മീന, റോസ്ലി, ശാന്തി, മീനാക്ഷി എന്നിവരെയാണ് തമ്പാനൂർ പോലീസ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും അറസ്റ്റ് ചെയ്തത്. പൊങ്കാലയ്ക്കെത്തിയ സ്ത്രീയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചതിനിടെയാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. പൊങ്കാലയിടാനെന്ന വ്യാജേന എത്തി സംഭാരം വാങ്ങാനുള്ള ക്യൂവിൽ നിൽക്കുമ്പോഴാണ് മാല മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ഉടൻ തന്നെ ഒരു സ്ത്രീ പിടിയിലായി. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ ഇവർ സംഘമായി എത്തിയതാണെന്ന് മനസ്സിലായി. തുടർന്ന് മറ്റു 3 പേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതേസമയം ഇവർ പറയുന്ന വിവരങ്ങൾ പലതും പരസ്പര ബന്ധമില്ലാത്തതാണ്. കൂടുതൽ ചോദ്യം ചെയ്താലേ ഇവർ തമിഴ്നാട്ടിൽ എവിടെ നിന്ന് എത്തിയതെന്ന് മനസ്സിലാകുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. 4 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.